സ്റ്റുഡൻസ്, ജസീം സാറാണ്. നമ്മുടെ ചാപ്റ്റർ 1, 2, 3, 4 ഈ 4 ചാപ്റ്ററിലും കോമൺ ആയി വരുന്ന ഒരു സാധനമാണ് സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് അല്ലെ. ആ വാക്കിൽ തന്നെ എല്ലാ ചാപ്റ്ററിലും ഉണ്ട് സ്റ്റാറ്റിക് എന്താ ഡൈനാമിക് എന്താ. ആദ്യത്തെ ചാപ്റ്റർ നമ്പർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിൽ കേൾക്കുന്നതാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. എന്താ ഈ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും? മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് കമ്പൈൽ ടൈം ബിഫോർ ദ എക്സിക്യൂഷൻ ആണ്. എന്നാൽ ഡ്യൂറിങ് എക്സിക്യൂഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡൈനാമിക്. ആ ഡൈനാമിക്കിൽ മെമ്മറി ഉണ്ടാക്കണമെങ്കിൽ ന്യൂ എന്നുള്ള ഒരു ഓപ്പറേറ്റർ വേണം. എന്നാൽ അങ്ങനെ ഒരാൾ സ്റ്റാറ്റിക്കിൻ്റെ കേസിലില്ല. നോ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി അലോക്കേഷൻ. ഉണ്ടാക്കിയ മെമ്മറി ഡിലീറ്റ് ചെയ്യണം അവസാനം, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിൻ്റെ പറഞ്ഞ പേരാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് സ്റ്റാറ്റിക്കിൻ്റെ കേസിലില്ല, നോ ഓപ്പറേറ്ററാണ്. നാലാമത്തെ പോയിന്റ്, പോയിന്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിർബന്ധമായിട്ടും ഡൈനാമിക്കിൻ്റെ കേസിൽ വേണം. പോയിന്റർ ഈസ് എസെൻഷ്യൽ ആണ്. ഇവിടെ എന്താ? നോ നീഡ് ഓഫ് പോയിന്റർ കോൺസെപ്റ്റ്. അതാണ് ചാപ്റ്റർ നമ്പർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിലുള്ള സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്. രണ്ടാമത്തെ ചാപ്റ്റർ നമ്പർ 2 പോളിമോർഫിസം എന്നുള്ള സെക്ഷനിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വരുന്നുണ്ട്. 2 ടൈപ്പ് പോളിമോർഫിസം ഉണ്ട്. പോളിമോർഫിസം ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 2 ആണ്. ഏതൊക്കെ? കമ്പൈൽ ടൈം പോളിമോർഫിസം, അതല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഏർലി ബൈൻഡിങ് എന്ന് പറയും. അതുമല്ലെങ്കിൽ എൻ്റെ മെയിൻ സാധനം സ്റ്റാറ്റിക് പോളിമോർഫിസം ആണ്. സ്റ്റാറ്റിക് പോളിമോർഫിസം. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കമ്പൈൽ ടൈമിനെ പറയുന്ന മറ്റൊരു പേരാണ് റൺ ടൈം എന്ന് പറയും. അതല്ലെങ്കിൽ ഏർലി ബൈൻഡിങ്ങിനെ പറയുന്ന പേര് മറ്റൊരു പേരാണ് ലേറ്റ് ബൈൻഡിങ് എന്ന് പറയും. അതുമല്ലെങ്കിൽ സ്റ്റാറ്റിക് പോളിമോർഫിസത്തിൻ്റെ ഓപ്പോസിറ്റ് ഡൈനാമിക് പോളിമോർഫിസം. അപ്പോൾ ഇവിടെയും കണ്ടിട്ടുണ്ട് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും അല്ലേ. മെമ്മറി എക്സിക്യൂട്ട് അതേപോലെ. അപ്പോൾ ഇവിടെ എന്താ? സ്റ്റാറ്റിക് പോളിമോർഫിസം ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു 2 ആണ്. ഫങ്ഷൻ ഓവർലോഡിംഗ് ഉണ്ട്, അതുപോലെ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉണ്ട്. പോളിമോർഫിസം എന്താണെന്നറിയാം, സെയിം നെയിം വിത്ത് ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഓപ്പറേറ്റർ ആണ്, അവിടെ ചെയ്യുന്ന പ്രവൃത്തി ഡിഫറെൻ്റ് ആണ്. സെയിം ഫംഗ്ഷൻ്റെ പേരാണ്, ചെയ്യുന്ന പ്രവൃത്തി ഡിഫറെൻ്റ് ആണ്. എന്നാൽ ഡൈനാമിക് പോളിമോർഫിസത്തിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ആൾ ഡൺ ബൈ വെർച്വൽ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ വെർച്വൽ ഓവർലോഡിംഗ് അല്ലെ, വെർച്വൽ ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയും. അതാണ് ചാപ്റ്റർ നമ്പർ 2 സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. എന്നാൽ ചാപ്റ്റർ നമ്പർ 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ചാപ്റ്റർ. ഇത് 2 ആണെങ്കിൽ, ഇവിടെ ചാപ്റ്റർ 2 ആണെങ്കിൽ ഇത് ചാപ്റ്റർ നമ്പർ 3 ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൽ വരുന്ന സാധനം എന്താ? ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിയാം. സിമ്പിൾ, കോമ്പൗണ്ട്. അവിടെ 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 സ്റ്റാറ്റിക്കും ഡൈനാമിക്കുമായിട്ട് ക്ലാസിഫൈ ചെയ്യണം. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സ്റ്റാറ്റിക്കിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? അറേ സ്റ്റാറ്റിക് ആണ്, സ്ട്രക്ചർ സ്റ്റാറ്റിക് ആണ്, അതുപോലെ നമ്മുടെ മെയിൻ സാധനം അറേ സ്റ്റാറ്റിക് ആണ്, അതുപോലെ അറേ സ്റ്റാറ്റിക് ആണ്, സ്ട്രക്ചർ സ്റ്റാറ്റിക് ആണ്, മെയിൻ എലമെൻറ്റ് സ്റ്റാക്ക്, അതുപോലെ ക്യൂ. മറ്റൊരു രൂപമാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് എ ഡൈനാമിക് ആണ്, അതുപോലെ ഗ്രാഫ് ഡൈനാമിക് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ട്രീ ഡൈനാമിക് ആണ്. ചാപ്റ്റർ 4 പോവാം. ചാപ്റ്റർ 4 കേസിൽ ഇതാ വെബ് പേജ് ആണ്. ചാപ്റ്റർ 4 2 ടൈപ്പ് വെബ് പേജ് ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. എന്താ സ്റ്റാറ്റിക്? എന്താ? കണ്ടന്റ് ആൻഡ് ലേഔട്ട് ആർ ഫിക്സഡ് ആണ്. മറ്റേ മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം ആണ്. ഇത് ഫിക്സഡ് ആണ്, മേ ചേഞ്ച് ആണ്. നെവർ യൂസ് ഡാറ്റാബേസ് ആണ് സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ. നെവർ യൂസ് ഡാറ്റാബേസ്. എന്നാൽ ഇവിടെ എന്താ? യൂസ് ഡാറ്റാബേസ്. ആർക്ക് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം, ഈസി ടു ഡെവലപ്പ് ആണ്. പ്രോഗ്രാമിംഗ് സ്കിൽസ് ആർ റിക്വയർഡ് ആണ്. നാലാമത്തെ പോയിന്റ് ഡയറക്ട്ലി റൺ ഓൺ ബ്രൗസർ ആണ്. ഇത് സെർവറാണ്. ചാപ്റ്റർ ഓണം എക്സാമിന് ആദ്യത്തെ 4 ചാപ്റ്റർ 1, 2, 3, 4 4 സ്റ്റാറ്റിക് ഡൈനാമിക് സെറ്റ് അല്ലടാ.